ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ ബനാന ഫ്ലാംപേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്താക്കാമെന്ന്. അപ്പോൾ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബനാന മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. വെച്ചാൽ ഒരൊറ്റ ബനാന എടുത്തുള്ളത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തു മക്കൾക്ക് കഴിക്കാനുള്ളൊരു ഈസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ സാധാരണ കണ്ടത് നടുമുറിച്ച് നെടുകെ കീറിയിട്ടാണ് സാധാരണ ഇത് ഉണ്ടാക്കാനായിട്ടാണ് അധികം വീഡിയോസിലും കണ്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ടാക്കാമെന്ന്. തേങ്ങ ആവശ്യമുണ്ട്, അപ്പോൾ അതിനുള്ള തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു. ബട്ടറിൽ ഉണ്ടാക്കണം അധികം കണ്ടത്, പക്ഷെ വീട്ടിൽ നെയ്യ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിലുണ്ടാക്കി. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച എന്താ പറയുക ബനാന ഉണ്ടല്ലോ അത് അതിൽ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ സോട്ട് ചെയ്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആയി വരുമല്ലോ. ആ സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ശർക്കര പൊടിച്ചതില്ല, ആ ശർക്കര പൊടിച്ചത് ചേർക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് മിക്സായി നല്ലതുപോലെ കുറുകിയൊരു അവസ്ഥയിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് സാധാരണ വീഡിയോയിലൊക്കെ കൊണ്ട് ഏലക്ക ചേർക്കുന്നുണ്ട്, ഈ പട്ടേൻ്റെ പൊടി ചേർക്കുന്ന സിനമൺ പൗഡറില്ലേ അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിൻ്റെ ബേസിസിലാണ് കേട്ടോ. മക്കൾക്ക് സിനമൺ പൗഡറൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഏലക്ക ചേർക്കണം തോന്നി, അതുകൊണ്ട് ചേർത്തോ ചോദിച്ചാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള രീതിയിൽ ഒറ്റ ഏലക്ക മാത്രം പൊടിച്ചിട്ട് ചേർത്തു. അധികം കിട്ടിയാൽ ചിലപ്പോൾ മക്കൾ തിന്നില്ല എന്ന് വരും, അതുകൊണ്ട് അത് ചേർത്തു. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതൊന്ന് സോട്ട് ചെയ്തായി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ചിരകി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും ചേർക്കുക. റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നും പറയാനില്ല, സാധനം ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അത് നല്ലപോലെ എല്ലാം കൂടി സോട്ട് ചെയ്ത് വെച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഐസ്ക്രീം ചേർക്കണം. ഐസ്ക്രീം മസ്റ്റായിട്ട് വേണം, ഐസ്ക്രീം തന്നെ വേണം. വേറെ ഫ്ലേവേഴ്സൊന്നും അതിന് സ്യൂട്ടല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം ലാലേട്ടന് അതാണല്ലോ ഇഷ്ടം, അപ്പം നമുക്കും അത് തന്നെ ചെയ്തു നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ വാനില ഐസ്ക്രീം വെക്കുക. എന്നിട്ട് ഹണി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. മക്കൾക്ക് ഹണി കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ഹണി ചേർത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്ക് കഴിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം കൂടി ഉണ്ടാക്കാമെന്ന് കേട്ടോ, കാരണം അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മളെന്താ പ്ലേറ്റ് വടിച്ചു, കഴുകാൻ കൂടിയില്ല, അത്രയ്ക്ക് ക്ലീൻ ആക്കിയിട്ടാണ് എനിക്ക് ആ പ്ലേറ്റ് അവർ തിരിച്ചെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ ഇഷ്ടമായോ ഇല്ലേ എന്താ വെച്ചാൽ പറയാം. നിങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പുതിയതും ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ഏതായാലും നമ്മളെ റെസിപ്പീസ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാട്ടോ. സംഭവം സൂപ്പർ സാധനമാണ്. ഏതായാലും നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയുള്ളൂ. പിന്നെ വീഡിയോ കാണണം, ചാനലിന് ഇത്രയും കാലം ചെയ്ത എല്ലാ സപ്പോർട്ടും ഇനിയും തുടരണം. അഭിപ്രായങ്ങൾ പറയണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ.